ഹായ് ഫ്രണ്ട്സ്, LD&RD മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും വലയിട്ടിട്ടുണ്ട്. നമുക്ക് വല പോയി എടുക്കാം. വലയെടുക്കാൻ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് വലയെടുക്കാം. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടിരിക്കുന്ന വല. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വല കിടക്കുന്ന സ്ഥലത്ത് വന്ന് വല ഇറമ്പിക്കെട്ടിരിക്കുന്ന അടുത്ത് നിന്ന് കെട്ടഴിച്ച് നമുക്ക് വല വലിച്ചെടുക്കാം. ഒരു കരിമീൻ വെള്ളത്തിൽ ഒരു തൂളി, ഇവിടെ ഉണക്കാണ് വരുന്നത്. ഇല ചീഞ്ഞതും ഒക്കെയാണ്. പോള നമുക്ക് കളയാം. വീണ്ടും നമുക്കൊരു തൂളി കിട്ടി. ഇവിടെ ഒരു കമ്പുണ്ട്. വീണ്ടും ഒരു കുറുവയ. ഒരു കുറുവയുടെ കൊച്ചു മീൻ കയറി ഉടക്കി. നമ്മുടെ ഒരു വല അടിച്ചു കഴിഞ്ഞ് നമുക്ക് കിട്ടി ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത വല വലിക്കാം. മുഴുത്ത തൂളി. ആ തൂളി കിടന്ന് പിടയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ ക്യാമറയിലോട്ട് വെള്ളം തെറിച്ച് വീഴുന്നു. അടുത്ത തൂളി. നല്ല മുഴുത്ത തൂളി. രണ്ട് തൂളി. ഒരു കുറുവായത്. രണ്ട് തൂളിയാണ്. ഇതൊരു തൂളി ഇവിടെ കിട്ടി. മുഴുത്ത തൂളിയാണ്. തീരുത്ത തൂളിയാണ്.
അപ്പോൾ ഈ വലയും നമ്മൾ വലിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അകത്ത്, ഇത് പുറം വലയായിരുന്നു, ഇനി അകത്ത് നമ്മൾ പാകിയിട്ടിരിക്കുന്ന വല, അകത്ത് നമ്മൾ കറക്കിയിട്ടിരിക്കുന്ന വല നമുക്കിനി വലിക്കാം. ഈ വല ഇറക്ക കുറഞ്ഞ വലയാണ്, 33 കണ്ണ് ഇറക്കേ ഉള്ളൂ ഇതിന്. പക്ഷേ 65 mm ആണ് വല. ചെറിയ വലയിൽ ഇതിനായിട്ട് മീനൊന്നും കിട്ടിയില്ല. വെള്ളം കൊണ്ട് വള്ളം പോവാ, കുടിവെള്ളമാ. അവരെല്ലാ ദിവസവും പോകുന്നുണ്ട്. ഒരു തൂളി കിട്ടി. നമ്മുടെ ചെറിയ വല വലിച്ചു കഴിഞ്ഞ്, പക്ഷേ ചെറിയ വലയിൽ നമുക്കൊരു തൂളിയെ കിട്ടിയത്. അത് നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട് മീനെടുക്കാം. കടിക്കുകയായിരുന്നു. രാമൻ വന്നിട്ടുണ്ട്, അവന് ഉമ്മയും തന്ന് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഇനി കിട്ടിയ മീൻ നമുക്കൊന്ന് എടുക്കാം. നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് മീനെടുക്കാം. ഒരു വലയിൽ ഒരു മീനേ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വല കെട്ടി അങ്ങോട്ട് വെക്കാം. നമ്മുടെ തന്നു ഉണ്ടോ? ഈ വലയിലെ മീനെടുത്ത് തീരുകയാണ്. ഈ വലയെ നമുക്ക് കരക്കിട്ട് നോക്കാം. ലാസ്റ്റ് വലയിലെ മീനാണ് നമ്മൾ എടുക്കുന്നത്. കുറുവായ, ഇതെല്ലാം കുറുവായാണ് നമുക്ക് കിട്ടിയത്. ഒരു കരിമീൻ. ഇതെല്ലാം മീൻ എടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് കിട്ടി കരക്കിട്ട് വെക്കാം. നമ്മൾ ഇന്ന് വലയിട്ടപ്പോൾ കിട്ടിയ മീനാണ്. തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി. ഈ സമയത്തൊക്കെ ഇത്രയും കിട്ടുക എന്ന് പറയുമ്പം അത് വലിയ തരക്കേടില്ലാത്ത മീൻ ആണ്. നല്ല സൂപ്പർ തൂളിയാണ്. തൂളിയുണ്ട്, കുറുവായുണ്ട്. ഉണ്ടോ?
അപ്പോൾ നമ്മുടെ മീൻ മേടിക്കാൻ നേരെ അക്കരെ ജോസൂട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ജോസൂട്ടിക്ക് കൊണ്ട് കൊടുക്കാം. അപ്പം ജോസൂട്ടി വന്നിട്ടുണ്ട്. ജോസൂട്ടിയായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോസൂട്ടിക്ക് ഞാൻ മീൻ കൊടുത്ത്. അത്ര മീൻ ഞാൻ 250 രൂപയ്ക്കാണ് ഈ മീൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ജോസൂട്ടിക്ക് മീൻ എടുത്ത് കൊടുക്കാം. ജോസൂട്ടി ഇത് ഫ്രഷ് മീനല്ലേ? ഇല്ല, നെല്ല് തൂക്കമില്ല. ഇന്നലെയാ കൊയ്ത്. ഇത് നമ്മൾ വിട്ടാനേ, പക്ഷേ ഈ ഉടക്കല്ല കയറി ഉടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് വിട്ടിട്ടും പ്രയോജനമില്ല. അതുകൊണ്ട് കിലോ മീനുണ്ട്. ശരി, അങ്ങനെ ജോസൂട്ടിക്ക് നമ്മൾ മീൻ കൊടുത്തു. നമ്മൾ ഇന്ന് വല ഇട്ടിട്ട് വലിയ തിരക്കേടില്ലാതെ മീൻ നമുക്ക് കിട്ടി. അത് മീൻ ജോസൂട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമ്മൾ വരാം.